ഇന്ത്യയിൽ ലൈസൻസ് ഉള്ള ആളുകൾക്ക് UAE വാഹനം ഓടിക്കാൻ സാധിക്കുമോ? സാധിക്കും, തീർച്ചയായും സാധിക്കും. ഒരു ഇന്ത്യയിൽ ലൈസൻസ് ഉള്ള ഒരാൾ UAE വിസിറ്റ് വരുമ്പോൾ ഒരു ഇന്ത്യൻ ഇൻ്റർനാഷണൽ ലൈസൻസ് നാട്ടിലെ RT ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ UAE പോസ്റ്റ് ഓഫീസിൽ നിന്നോ ഒരു ഇൻ്റർനാഷണൽ ലൈസൻസ് സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വാഹനം ഓടിക്കാൻ സാധിക്കും. അത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ ലൈസൻസ് മാത്രമല്ല, നിങ്ങൾക്ക് വാലിഡായുള്ള GCC രാജ്യങ്ങളായിട്ട് UAE RT അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്തെ ഏത് വാലിഡ് ലൈസൻസ് ഉണ്ടെങ്കിലും വിസിറ്റ് വിസയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വാഹനം ഓടിക്കാൻ സാധിക്കും. അതിന് ഈ വിസിറ്റ് വിസയിലുള്ളവർ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ്? വിസിറ്റ് വിസ ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് കോപ്പി, വിസ കോപ്പി, അതോടൊപ്പം ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്യാഷ് ഡിപ്പോസിറ്റ് എന്നിവ നമുക്ക് മസ്റ്റായിട്ടും വാഹനം വാടകയ്ക്ക് എടുക്കാൻ നിർബന്ധമാണ്. അപ്പം റെൻ്റ് കാർ എടുക്കുമ്പം അതിന് സബ്മിറ്റ് ചെയ്യേണ്ട ഡെപ്പോസിറ്റ് എത്രയായിരിക്കും? അത് ബേസ്ഡ് ഓൺ യുവർ വെഹിക്കിൾ. ഏറ്റവും കുറഞ്ഞ വാഹനം 1000 ദിർഹംസ് മുതൽ മുകളിലോട്ടാണ് ഡെപ്പോസിറ്റുകൾ വരുന്നത്. ഇപ്പോൾ അൽസലാമ റെൻ്റ് കാറിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അപ്പോൾ അതിനകത്ത് ഏതൊക്കെ വാഹനങ്ങൾ ഇപ്പം എടുക്കാൻ പറ്റും? നമ്മുടെ റെൻ്റ് കാറിൽ ഏത് ടൂറിസ്റ്റുകൾക്ക് ഏത് വാഹനവും എടുക്കാം. ഏറ്റവും കുറഞ്ഞ വണ്ടി നിസാൻ സണ്ണി മുതൽ നമ്മുടെ ഏറ്റവും കൂടിയ വാഹനമായ മെഴ്സിഡീസ് G വാഗൻ വരെയും ആർക്കും ടൂറിസ്റ്റുകൾക്കും എടുക്കാൻ പറ്റും. അപ്പം സാധാരണ ഈ ടൂറിസ്റ്റുകൾക്ക് അങ്ങനത്തെ ഒരു ആശങ്കയൊന്നും വേണ്ട. ഇവിടെ ഒരു ടാക്സി തന്നെ വിളിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വാലിഡായ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് UAE എവിടെയും വാഹനം ഓടിക്കാം.